നാരായണീയം ദശകം 13 മൂന്നാമത്തെ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. വായിച്ചിട്ട് അർത്ഥം പറയാം. അഹോ ആരണ്യോയം മൃഗൈതി ഹസന്തം ബഹുതരൈർയുക്തിർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദ്രംഷ്ടാ ശിരസി ചകിതാംസേന മഹസാ പയോധാവാധായ പ്രസവമുദയുക്താമൃതവിധൗ. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ ആ നാരദ മുനി ആ ഹിരണ്യാക്ഷനെ ഓരോന്നും പറഞ്ഞ് കൊണ്ടുവന്ന് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഭഗവാന്റെ മുൻപിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഭഗവാൻ ആ ഭൂമിദേവിയെയും കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വന്നു. അപ്പോൾ ഭഗവാന്റെ മുമ്പേ നാരദ മഹർഷി ഹിരണ്യാക്ഷനെ എത്തിച്ചു. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇതിൽ അഹോ ആരണ്യോയം മൃഗഃ, ആ വരാഹരൂപത്തിലുള്ള ഭഗവാനെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഇതൊരു കാട്ടുമൃഗമാണല്ലോ. ഇതി ഹസന്തം ബഹുതരൈ ദുരുക്തൈർ, ഇതാണോ എനിക്കൊത്തൊരു പോരാളി എന്ന് പറഞ്ഞുകൊണ്ട് ഹസന്തം ചിരിച്ച്, ബഹുതരൈർ പലതരത്തിലുള്ള ചീത്തവാക്കുകൾ, ദുരുക്തൈർ വിദ്യന്തം ചീത്തവാക്കുകൾ പറഞ്ഞും കൊണ്ട്, ദിതിസുതം അവജ്ഞായ ഭഗവൻ, ആ ദിതിയുടെ മകനായ ഹിരണ്യാക്ഷൻ അവജ്ഞായ അവഗണിച്ചുകൊണ്ട്, ഒട്ടും ഗൗനിക്കാതെ അവജ്ഞയോട് കൂടിയിട്ട് അപ്പോൾ മേൽപ്പത് അല്ലയോ ഭഗവാനേ. അപ്പോൾ ആ ഭഗവാൻ ഇതൊന്നും ഒട്ടും ശ്രദ്ധിച്ചതേയില്ല. അല്ലയോ ഭഗവാനേ, മഹീം ദൃഷ്ട്വാ ദ്രംഷ്ടാ ശിരസി, ഈ ഭൂമിയെ ആ വരാഹത്തിൻ്റെ ദ്രംഷ്ടയിൽ, ആ തേറ്റയിൽ അറ്റത്ത് ഇരിക്കുന്നത് കണ്ടിട്ട്, ദ്രംഷ്ട ശിരസി, തേറ്റയുടെ അറ്റത്ത് പേടിച്ച് വിറച്ചിരിക്കുന്നത് കണ്ടിട്ട്, സേന മഹസ, സ്വന്തം ശക്തി കൊണ്ട്, പയോധാവാധായ, പയോധൗ ആധായ, പയോധം എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയെ ആ സമുദ്രത്തിലെ വെള്ളത്തിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട്, ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട്, പ്രസവം വേഗം തന്നെ മുദയുങ്കഥ മൃതവിധൗ, യുദ്ധത്തിനായി ഒരുങ്ങി പുറപ്പെട്ടു എന്നാണ്. ഭൂമിദേവിയെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കൊണ്ടുവന്ന് ഒരിടത്ത് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം ഭഗവാൻ ഹിരണ്യാക്ഷനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. അന്വയമായി ഇതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ, അയ്യയ്യേ, ഇതൊരു കാട്ടുമൃഗമാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് ചിരിച്ചും കൊണ്ട്, ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരേ, പലതരം ചീത്തവാക്കുകളാൽ പുറപ്പെടുവിച്ചു കൊണ്ടിരുന്ന അസുരനെ ഒട്ടും ഗൗനിക്കാതെ, മഹീം ദൃഷ്ട്വാ ദ്രംഷ്ടാ ശിരസി, ഭൂമിയെ തേറ്റയുടെ പുറത്ത് പേടിച്ച് വിറച്ചിരിക്കുന്നതായി കണ്ടിട്ട് ആ ഭഗവാൻ ആ ഭൂമിദേവിയെ വെള്ളത്തിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് മുദയുങ്ധ, യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദ്രംഷ്ട്രാ ശിരസി ചകിതാംസേന മഹസാ പയോധാവാധായ പ്രസവമുദയുക്താമൃതവിധൗ.